UDF സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ ഒന്ന് നോക്കാം. പെൻഷൻ വർധനവ്. നിലവിലെ പെൻഷൻ തുക അടിസ്ഥാന പെൻഷൻ 3000 രൂപയായി ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. വിവിധ പെൻഷൻ വിഭാഗങ്ങളിൽ ഏകദേശം 25% വർധനവ് വരെ പ്രതീക്ഷിക്കാം. നിലവിൽ 62 ലക്ഷത്തോളം പേരാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പട്ടികയിലുള്ളത്. പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതോടെ അർഹരായവർക്ക് പെൻഷൻ വിതരണം വേഗത്തിലാക്കാനും നടപടികൾ സ്വീകരിക്കും. ഭിന്നശേഷിക്കാർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ 25% അധിക തുകയുണ്ടാകും. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയും കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വീതവും നൽകുന്ന ഒരു പദ്ധതി. ഉമ്മൻചാണ്ടി സ്മരണാർത്ഥം 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയും ആശാ വർക്കേഴ്സിന് 700 രൂപ ദിവസവേതനം ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പുതിയ സർക്കാർ വന്നു കഴിഞ്ഞാൽ 2000 നിന്ന് 3000 രൂപയായി പെൻഷൻ ഉയർത്തും. ഇതിൻ്റെ വിതരണം എന്നാണെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്ഡേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ്